ഹലോ നമസ്കാരം. ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോവുകയാണേ. അപ്പം ചെറിയൊരു മിനി വ്ളോഗാണെന്ന്. അപ്പം ഞങ്ങളിന്ന് പോകുന്നതിന് മുമ്പുള്ള ചെറിയൊരു ഫോട്ടോഷൂട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അനിയത്തി വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്ത് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ പോകാറുണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് ഫ്രൈഡേ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഫ്രൈഡേ മാർക്കറ്റിൽ ഞങ്ങൾക്ക് 1-2 സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് അനിയത്തി വന്നപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രൈഡേ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ കുവൈറ്റിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. നമുക്ക് പഴയതും പുതിയതുമായ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. നമുക്കൊരു വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും, ഇപ്പം വസ്ത്രങ്ങൾ, അതുപോലെ അടുക്കളയിലോട്ടുള്ള എല്ലാ സാധനങ്ങൾ, ചെടികൾ, കോസ്മെറ്റിക് സാധനങ്ങൾ, ബെഡ് എന്ന് വേണ്ട സകല സാധനങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എല്ലാം നമുക്കവിടെ കിട്ടും കേട്ടോ. അപ്പം ഇത് സ്ഥിതി ചെയ്യുന്നത് അൽറായ പ്രദേശത്താണ്, നമ്മുടെ ലുലുവിൻ്റെയും ഒക്കെ അടുത്തായിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ ചെന്നു. അപ്പം ദൂരെ കാണുന്ന ബിൽഡിങ്ങുകളില്ലേ, അതുപോലത്തെ 17-18 ബിൽഡിങ്ങോളം ഇങ്ങനെ പണിതിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഏക്കർ കണക്കിന് സ്ഥലത്ത്. അപ്പം ആ ഓരോ ബിൽഡിങ്ങിലും ഓരോ ഐറ്റംസാണ്. വസ്ത്രങ്ങളാണെങ്കിൽ അടുത്ത സ്ഥലത്ത് ബെഡ്, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ഓരോ ഇപ്പോൾ നമ്മൾ കാണുന്ന വസ്ത്രങ്ങളാണേ. അപ്പം ഞങ്ങൾക്കൊരു ബെഡ് എടുക്കണമായിരുന്നു. അപ്പോൾ അതിന് പോയത്. അപ്പം ജസ്ലിനും പ്രീതി അവിടെ ഇതുപോലെ ബോറടിച്ചപ്പോഴത്തേനും അവരതിലേന്ന് ഓരോ സാധനങ്ങൾ നടന്ന് കാണുവാണ്. അപ്പം ഞങ്ങളിങ്ങനെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണേ. നമുക്ക് ബാർഗൈൻ ചെയ്ത് എന്തും വാങ്ങിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ ഫ്രൈഡേ മാർക്കറ്റ്. അപ്പോൾ ഞങ്ങൾക്കൊരു ബെഡ് എടുക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പം ഞങ്ങൾ ബെഡ് എടുത്തു. പുതിയ ബെഡാണേ. അപ്പം ജസ്ലിൻ അവിടെയുള്ള ആളോട് എന്തോ ഭയങ്കര സംസാരം ആണ്. അപ്പോൾ ബെഡ് എടുത്തതിന് ശേഷം നമ്മൾ ചെറിയൊരു ചായ കുടിക്കണമെന്ന് ആഗ്രഹിച്ചേ. കാരണം ഞങ്ങൾ നടന്ന് മടുത്തായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ കോഫി ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലുള്ള തനിനാടൻ ഫുഡുകളും അതുപോലെ മറ്റു പല രാജ്യങ്ങളിലെയും അറബിക് ഫുഡും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇനി പോകണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് സാധനം എടുത്താലും ഡെലിവറി ഉണ്ട് കേട്ടോ. നമുക്കവർ വീട്ടിൽ കൊണ്ട് എത്തിച്ചേരും. അപ്പം നമ്മളൊരു ചായ കുടിക്കാൻ പോവുകയാണേ. തണുപ്പ് സമയത്താണ് ഞങ്ങളവിടെ പോയത്. നല്ല തണുപ്പായിരുന്നു. അപ്പം ഒരു ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ചായയും പപ്സോ സമൂസയൊക്കെ ഇരിപ്പുണ്ട് അവിടെ. അപ്പം ജസ്ലിൻ ആ സമയത്ത് അവൾ പ്ലേ ഗ്രൗണ്ടിൽ പോകണമെന്ന് പറഞ്ഞ് അവൾ തൊട്ടപ്പുറത്ത് പോയി കളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് തണുപ്പൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോകും. അപ്പം അതിന് ശേഷമുള്ള വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പം ഞങ്ങളന്ന് അവിടെ നിന്ന് 2 ബെഡും അതുപോലെ തന്നെ ഒരു മേശയും ഞങ്ങളെടുത്തു. അപ്പം ഫ്രൈഡേ മാർക്കറ്റിൽ വരാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ വരണം കേട്ടോ. വാരാന്ത്യങ്ങളിലാണ് ഫ്രൈഡേ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. വെള്ളിയാഴ്ച ഭയങ്കര തിരക്കായിരിക്കും അവിടെ.